നമ്മൾ ഉൾപ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഗ്രാമപ്രദേശങ്ങളിലെ പഴയകാല ഓർമ്മകളാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. തല്ലുമാല വാട്സപ്പ് ഗ്രൂപ്പ് യൂട്യൂബേഴ്സാണ് കേട്ടോ ഇവിടെ ഒരു ദിവസത്തേക്ക് തങ്ങാൻ വേണ്ടി വന്നത്. കോഴിക്കോട് ജില്ലയിലെ പൂവാറന്തോട്, അതായത് മുക്കത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം പൂവാറന്തോടിലേക്ക് വരാണ്ട്. മലനിരകൾക്ക് താഴെ ജാതി തോട്ടങ്ങൾക്ക് നടുവിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് കേട്ടോ. ഇത് രാത്രിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അവിടെ ഇരുന്നോക്ക്. ചായ ചായ ഒരു കോഫി. എനിക്ക് എന്താണ്ടേ കണ്ടുപോയോ? പൊറാട്ടെ. വാ കണ്ടോട്ടെ കണ്ടോട്ടെ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? കണ്ടില്ലോ? ചാടാനായില്ല. കുറച്ച് സമയം ഉണ്ടല്ലോ നമുക്ക്. കുറച്ച് നേരം ചാടല്ലേ? സ്കൂളിൽ എന്തിനാ പോണേ? ഇവന്റെ കണ്ണിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? മൂന്നാമത് കാണില്ലല്ലോ കണ്ണില്. ഇല്ലല്ല. ഓക്കെ. പലരും നേരത്തെ തന്നെ എത്തിയെങ്കിലും കുറച്ചാളുകൾ വഴിയൊക്കെ തെറ്റി വൈകിയാണ് ഇട്ട് വന്നത്. ഇവിടെ എത്തിയില്ലേ? എത്തിയല്ലേ ഏതാലോ? എന്തായാലും കഴിച്ചിട്ട് നല്ല രസം ഉണ്ടല്ലോ. ഒന്നാമതേ അതിൽ ചാടിയ ഒന്നുകൂടി നടക്കും. വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ ഗ്രൂപ്പായിട്ടും അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ റിസോർട്ട് തന്നെയാണ് കേട്ടോ ജാതി ഗാർഡൻ. ഇതുപോലെ ഇടയ്ക്കൊക്കെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതുപോലെ മാറിയിട്ടൊന്ന് താമസിക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പലരും തമ്മിൽ ബന്ധങ്ങൾ കുറവാണ്. ഇതുപോലെ കൂടുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതൊരു വേറെ തന്നെ രസമാണ്. ചപ്പ് ചപ്പ് ചണ്ടി മൂട്
നീന്തണം 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 ഡയലോഗ് നീന്തൻ നീന്ത് 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 കാലിനോട് അടിച്ച് ഉള്ള വെള്ളം കുടിച്ചീർക്കല്ലേ തലയിട്ടാ ആ തലയിട്ടോ മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ കോറിമുള്ള തലയിലാവാതെ കാണാം എന്നിട്ട് എന്റെ തലയിലായില്ലല്ലോ ഇങ്ങനെ മണ്ട വെള്ളം വെച്ചല്ലേ ഇപ്പേക്ക് ഇതാക്കാണല്ലോ നല്ല ചെയ്തോ പിന്നെ എല്ലാവരും തന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലായിട്ടോ മന്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന് മുന്നേ പൂളയും ചമ്മന്തിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം തന്നെ ഏകദേശം വയറ് ഫുള്ളായിരുന്നു. എന്നാലും മന്തിയൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്ത് നമ്മളെല്ലാവരും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും കുട്ടികൾ മാത്രമാണ് കേട്ടോ നിലവിൽ പൂളിൽ ചാടിക്കൊണ്ടിരുന്നത്. വേറെ ആരും തന്നെ ചാടിയിട്ടില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് ചാടാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് കുട്ടികൾ ഒരു സമാധാനം തരുന്നില്ല. അവർക്കതിൽ ചാടണം. അവർക്കതാണല്ലോ അവരുടെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ കൂടെ ചാടി നോക്കി ഒരുപാട് നേരം കുളിച്ച് നല്ല തണുപ്പുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഭാഗത്ത് നിന്ന് പാട്ടൊക്കെ തുടങ്ങിയിട്ടു. പിന്നെ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ സർപ്രൈസ് വല്ലാത്തൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അത് 12 മണി വരെ അവർ കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് വൈകിയാണിട്ട് അവരൊക്കെ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഇതുപോലെ തന്നെ പിന്നെയും പൂളിലേക്ക് ചാടി. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുണ്ട്. കാരണം നമ്മൾ ഇവരെ കൂടെ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ഗ്രൂപ്പുമായിട്ട്. ഇവരൊക്കെ മുന്നേ യാത്ര ചെയ്തവരാണ്. അങ്ങനെ രാവിലെ ചായയൊക്കെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായി. പിന്നെ എല്ലാവരും യാത്ര പറച്ചിലായിട്ടോ ഓരോരുത്തരും അവരുടേതായ സ്ഥലങ്ങളിലേക്ക് യാത്രയായി. വീഡിയോ കാണുന്ന നിങ്ങൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നതിലൂടെ ഇതുപോലെ സ്ഥലങ്ങളും അതുപോലെ തന്നെ റിസോർട്ടുകളും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം. നിങ്ങൾക്കും ഇതുപോലെ യാത്ര ചെയ്യാം.